ഹാഷിർ അവൻ ശരിയല്ല. വിനായന്റെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഇട്ടിരിക്കുന്നു. പക്ഷെ എന്തോരം ഫാൻസ് ആണെന്നറിയോ? അതൊക്കെ കല്യാണം കഴിക്കാനാ. നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് നീ പറഞ്ഞു പോലീസ് പെട്ടെന്ന് പിടിച്ചപ്പോ സീറ്റ് ഉരുകി വന്നു. എന്നിട്ട് ഇവ സീറ്റ് വെക്കാതെ നിന്ന് ഓടിച്ച കുക്കള്. സന്തോഷമാണ്. പക്ഷെ ഇവർക്ക് എങ്ങനെ നമ്മളിലെ സിനിമ കാണുന്നവർക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വിനായനെ മനസ്സിലായി അതേ അതേ എന്ന് പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. 4 പേരെ ഇടയിൽ വീണ്ടും ഒരു ടീമില്ല. അതാണ് പോയിന്റ്. മനസ്സിലായില്ലേ? പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് മീ ഫൗസ്റ്റീന ഹിയർ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ യൂത്തിന്റെ ഒക്കെ ഒരു സെൻസേഷനായി മാറിയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഏപ്രിലിൽ ബോക്സ് ഓഫീസ് അങ്ങ് മലത്തി അടിക്കാൻ പോകുന്ന ഒരു ടീമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ഹാഷിർ, വിനായകൻ ചേട്ടൻ, ആരാധ്യ ആൻഡ് ഏഞ്ചൽ. സോ 4 പേർക്കും വെൽക്കം ടു ദ ഷോ. കൈയടിച്ചു തുടങ്ങാം. ശരി, ഹാഷിർ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. പടം ഇറങ്ങുന്നതിന്റെ ഇതിൽ നിൽക്കുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഇപ്പൊ ഞാൻ വാഴ ഇറങ്ങുന്നത് പ്രമാണിച്ചാണ്ടോ പച്ച കേട്ടിട്ടോ വന്നിട്ടുള്ളത്. പച്ചയിലൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കൊള്ളാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ വാഴ 1ന്റെ സമയത്താണെങ്കിലും നിങ്ങളുടെയൊക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് വരുന്നതൊക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്റർവ്യൂല് പറഞ്ഞു എക്സ്ക്ലൂസീവ്ലി നമ്മൾ വാഴ 2 കത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഇറക്കുള്ളൂ എന്ന്. അപ്പൊ വാഴ 2ന്റെ ഇപ്പൊ പ്രൊമോഷൻ വരെ എത്തി നിൽക്കുന്ന സമയത്ത് എന്ത് തോന്നുന്നു? സന്തോഷം. ഇപ്പം 1 വെച്ച് നോക്കുകയാണെങ്കിൽ 1ൽ നമ്മൾ ചെറുതായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതില് ആൾക്കാർക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി. അതിലൂടെ ഇപ്പൊ 2nd ഉണ്ടായി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വെച്ച ഏത് രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. നമ്മള് അതായത് പെട്ടെന്ന് റീലിൽ നിന്ന് മാറി സിനിമയെന്ന് വരുമ്പോൾ എങ്ങനെയാണുള്ള വ്യത്യാസം അത് ആൾക്കാർ പറയുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മൾ ചെയ്തു വെച്ചു. ഓഡിയൻസിന്റെ ഒരു ഇത് എന്താണ് പറയുന്നുള്ളൊരു ആകാംക്ഷ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വാഴ 1ന്റെ സമയത്ത് നിങ്ങൾ കുറച്ചുണ്ടായിരുന്നുള്ളെങ്കിലും നിങ്ങളെ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഉണ്ടായ ഓളമുണ്ടല്ലോ, നിങ്ങൾ അത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പം തോന്നി ഭയങ്കര സന്തോഷം. സന്തോഷമല്ലാതെ വേറെന്തൊക്കെ വികാരങ്ങൾ തോന്നി? ഇല്ല നമുക്ക് അത് ഇനി അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിലായിരുന്നു. ഇതെങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം, അവിടെ വെച്ചാൽ നിൽക്കരുത്, ഈ ഒരു ആൾക്കാർ ഇഷ്ടവും കാര്യങ്ങളും കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകണമുള്ളൊരു ചിന്ത ഒന്നും ഉണ്ടായി അല്ലേ? അതിപ്പോഴും പോകണ്ടല്ലോ, അതൊരു ക്രെഡിറ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇവരുടെ കൂടെ ചെയ്യുമ്പോൾ എന്ത് തോന്നിയത്? ഇവരിങ്ങനെ പൊതുവെ ഭയങ്കര കാമൻ ക്വൈറ്റ് പാവം പിള്ളേരുടെ പോലെയാണ്. അല്ല അവര് റീലിൽ കാണുന്ന അതേ ആൾക്കാർ കൂടിയാണോ? അല്ല, ഇതിപ്പോ നമ്മള് ഇങ്ങനെ ഒരു പൊതു ഇതിൽ നിൽക്കുന്നുണ്ടോ? ക്യാമറ ഓൺ ആയതുകൊണ്ടാ? ക്യാമറ ഓൺ ആയത് കൊണ്ടും പിന്നെ പുതിയൊരു ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ സാധാരണ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അതാ ഞാൻ തോന്നിയത്. പക്ഷെ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും, ഇപ്പം ഇന്റർവ്യൂ ആയിക്കൊള്ളട്ടെ, നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ വണ്ടി പോയിക്കൊള്ളട്ടെ, നമ്മൾ പ്രൊഡക്ഷൻ എടുത്തു തരുന്ന ഒരു വീട്ടിൽ നിന്ന് നിൽക്കുന്നതായിക്കൊള്ളട്ടെ, എന്ത് കാര്യം നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയാലും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, എല്ലാ കാര്യങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും കൊച്ചുമക്കളൊക്കെ വന്നിട്ട് നമ്മളെ സന്തോഷത്തോടെ സംസാരിക്കുന്നതും ഇതെല്ലാം കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായില്ലേ? 4 വർഷമായി. ഇപ്പോഴും നമുക്ക് ആ സാധനം പോയിട്ടില്ല. അതൊരു കിക്കാ തോന്നുന്നുണ്ടല്ലേ? അത് ആ സാധനം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇപ്പോഴും നല്ലപോലെ നിൽക്കുന്നത്. എന്നുവെച്ചാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 4 വർഷമായി നിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഈ കോൺസ്റ്റന്റ് ആയിട്ട് നിക്കാനുള്ള ഒരു കീ എന്തായിരുന്നു ചേട്ടാ? കോൺസ്റ്റന്റ് ആയിട്ട് നിക്കാനുള്ള ഒരു കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരുടെയാണ്. അപ്പൊ ഒരാൾ ഡൗൺ ആയാലും ബാക്കി 3 പേരുണ്ട്. അപ്പൊ നമ്മളിപ്പോ കണ്ടന്റ് ആയാലും ഏത് രീതിയിലുള്ളതായാലും ഞങ്ങൾ 3 പേരും ആ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരാളിപ്പോ താഴോട്ട് പോയി കഴിഞ്ഞാലും ബാക്കി 3 പേരുള്ളതുകൊണ്ട് കൊണ്ടുവരാനുള്ള ഒരു ഇതുള്ളതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അടിപൊളി. ആ ഒരു സ്പിരിറ്റ് ഭയങ്കര സൂപ്പറാണ്. വാഴ 1 ഇറങ്ങിയ സമയത്ത് ഒരു ബയോപിക് ഓഫ് മറ്റേ ബില്യൺ ബോയ്സ് എന്നായിരുന്നു. ഇപ്പൊ അത് ബ്രോസ് ആയി. ശരിക്കും ഈ ആ ഒരു സിനിമയെന്ന് വെച്ചാൽ നമുക്ക് ബോയ്സിന്റെ കുറെ അവരെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ അവരെ കാണുന്ന രീതിയൊക്കെ ആണല്ലോ. അപ്പൊ ഈ ബ്രോസിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു ബ്രദർഹുഡ് ആണോ ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ആ പേരിൽ തന്നെ ആ ഒരു സാധനം ഉണ്ടല്ലോ. ബ്രോസ് എന്ന് പറയുമ്പം സഹോദരങ്ങൾ എല്ലാം മിക്സ് ആയിട്ട് വരുന്ന സാധനം. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കണ്ടിട്ടാണ് അത് പറയാനുള്ളത്. ഓക്കെ, ബ്രില്യന്റ്. അപ്പൊ ഈ ബ്രോസിന്റെ ഇടയ്ക്ക് നമ്മുടെ സിസ്റ്റേഴ്സിന് എന്താണ് റോൾ വരുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് കണക്ഷൻ വരുന്നത്? അതും സിനിമയിലാണുള്ള അല്ല, അത് സിനിമ കാണുമ്പോൾ കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ 2024
നമ്മുടെ പടം ഇറങ്ങിയ സമയത്ത് നിങ്ങളും കുറച്ച് ചെറുതായിരുന്നല്ലോ, ഇപ്പൊ ഉള്ള പോലെ അല്ലല്ലോ, ഇത്ര പ്രായമില്ലല്ലോ, ഒരു വയസ്സുള്ളതായി. ഒരു ചെറുതായിരുന്നല്ലോ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ, സിനിമയ്ക്ക് കുറെ മാറ്റങ്ങൾ വന്നു, അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് നീ പറഞ്ഞു അല്ല, മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അതായത് പെട്ടെന്ന് നമ്മൾ സിനിമയിൽ, അതായത് ആൾക്കാരിലേക്ക് അറിയപ്പെടാതെ പെട്ടെന്ന് സിനിമയിൽ നിന്ന് അറിയപ്പെട്ടപ്പോൾ ഉള്ള മാറ്റമാണെങ്കിൽ സിനിമയിൽ മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു മാറ്റം പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നോർമലി വേറൊരു മീഡിയയിൽ അറിയപ്പെട്ടു, അതിലൂടെ വന്നുകൊണ്ട് ആ ചെറിയ ചെറിയ സാധനം കിട്ടി കിട്ടി വന്നുകൊണ്ട് പെട്ടെന്ന് ആ ഒരു മാറ്റമില്ല. പിന്നെ മാറ്റം എന്ന് വെച്ചാൽ ഓഡിയൻസ് മാറി. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ നിന്ന ഓഡിയൻസിൽ നിന്ന് നമ്മളെ ചില വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും അറിയാൻ തുടങ്ങി. പിന്നെ കൊച്ചു മക്കള്, എന്റെ അനീതിക്കൊക്കെ ഭയങ്കര ഇഷ്ടാ. അവര് റീല് കാണുന്നത് അല്ലാതെ സിനിമ തന്നെ ഒരുപാട് തവണ കണ്ടിട്ട് ഇങ്ങനെ 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 പറഞ്ഞു. അപ്പം അതിലൂടെ കുറച്ച് പുതിയ ഓഡിയൻസിനെ കിട്ടി. അത് ഒരു പുതിയൊരു അനുഭവമാണ് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി സിനിമയുടെ സെറ്റ് വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഐ മീൻ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പറഞ്ഞോ എന്തൊക്കെ കുറച്ച് പറ, എണ്ണി പറയണം. സമയം കൃത്യസമയം ആയിട്ട് എത്തണം. ഇവരൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ എത്തും. നമ്മളാണ് ലേറ്റ് ആയിക്കൊണ്ടിരുന്നത്. ഇല്ല, നമ്മള് ആരെയും ഇതായിരുന്നു. പിന്നെ 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 നല്ല കുട്ടികളെ. ഓക്കെ. ഇപ്പൊ നമുക്കൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ടിലെ വിഷ്വൽസ് കാണുമ്പോഴാണെങ്കിൽ നമുക്ക് ഭയങ്കര റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ വാഴ വണ്ണിറങ്ങിയ സമയത്താണെങ്കിലും നമുക്കാണെങ്കിൽ ഇപ്പം കുറെ ആമ്പിള്ളേർക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ചേട്ടന് ശരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയ ഇൻസിഡന്റ് എന്താ ചേട്ടന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നിയ ഇൻസിഡന്റ്? അല്ല, മഴ മണ്ണിലല്ലേ. അതന്നെ പറയത്തില്ലല്ലോ. അല്ല, വണ്ണില് ഇപ്പൊ ആ ക്യാരക്ടേഴ്സ് സംഭവം വിനായനെ മനസ്സിലായി. അതെ അതെ എന്ന് പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ അതെ 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 അതെ. അപ്പൊ എന്തൊക്കെ ഇപ്പൊ ഒരു ഓഡിയന്റ് ആയിട്ട് കാണും. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല നോർക്ക്, വാഴ മണ്ണിൽ അഭിനയിച്ചിട്ടേ ഇല്ല നോർക്ക്. അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ ഇത് എനിക്ക് റിലേറ്റബിൾ ആണ്. അതിലൊരുവിധം പരാജയങ്ങളെല്ലാം റിലേറ്റബിൾ ആയിരുന്നു. ശരിക്കല്ല, ഒരു ഇൻസിഡന്റ് ആയിട്ട് ഓർത്ത് പറയാൻ ഇപ്പൊ കോളേജിൽ തല്ലുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാ? ഇല്ല. ഹാസർ തല്ലുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആ ചിരിയിലുണ്ടല്ലോ ഇതുവരെ ഉണ്ടല്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് കട്ടിങ്സ് വെളിയിലായി, ഉടുപ്പൊക്കെ ഇങ്ങനെ ഫോട്ടോ. അല്ല, പ്രശ്നം അത് കോളേജ് ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോളേജ് പോയിട്ടില്ലെന്നോ? അല്ല, കോളേജ് ലൈഫിൽ നമുക്ക് ചില സമയത്ത് നൊസ്റ്റോക്ക് അടിക്കത്തില്ലേ? അത് ചോദ്യം എന്തായിരുന്നു? നമുക്ക് വാഴ മണ്ണില് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് നമുക്ക് കുറെ സ്റ്റേഷനില് സീൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതേ കണക്കൊന്നും നമ്മൾ കിടന്ന് അലമ്പാക്കിയിട്ടില്ല, വിളിച്ചിട്ടില്ല. അതിനു മുമ്പ് നമ്മള് കൊണ്ടുപോയി അവരിങ്ങനെ കേൾക്കാൻ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നാ? അല്ലല്ല, പഠിച്ചത് ഒരുമിച്ച. പക്ഷെ പോലീസ് ഒരുമിച്ചായിരുന്നില്ല. ഞാൻ മാത്രം കേസൊന്നും പെട്ടില്ലായിരുന്നു. അപ്പോ ലൈസൻസ് ഇല്ലാത്തതിനൊന്നും പിടിച്ചിട്ടുണ്ട്. സീറ്റ് വലിച്ചൂരി വണ്ടി കൊണ്ട് പോയി സീറ്റ് ഇരിക്കാതെ. പോലീസ് പെട്ടെന്ന് പിടിച്ചപ്പോ സീറ്റ് ഉരുകി വന്നു. എന്നിട്ട് ഇവ സീറ്റ് വെക്കാതെ നിന്ന് ഓടിച്ച കുക്കള്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ റീൽ ടു സിനിമ വന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ റീൽ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഡയറക്ട് ചെയ്തു, നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ ക്യാമറ വെക്കുന്നു. അതിൽ നിന്നൊക്കെ സിനിമയിലേക്ക് വന്നപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നി? നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു അണ്ടറിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഒരു പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പൊ നമ്മളൊരു നമ്മളെ സ്വന്തക്കാരൊരു വീട്ടിലാണെങ്കിൽ കൂടിയും നമ്മൾ വീട്ടിലായിട്ട് പോകുമ്പോഴേ അവിടെ നിന്ന് ആരും അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ റെഡി ആവില്ല. പിന്നെ അലപ്പറയോ? അത് തന്നെ നല്ല അത് ചിലപ്പോ കുട്ടിയായിരിക്കും. അതായത് നമ്മൾ അത്ര അങ്ങനെയല്ല. അലപ്പറ സെറ്റ് മൊത്തത്തിൽ അടിപൊളിയായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അതിലോട്ട് അങ്ങനെ രീതിയിൽ പോയി അല്ലേ? നിങ്ങൾ നമ്മൾ കെമിസ്ട്രിയും അതുപോലെ തന്നെ വർക്കായി അല്ലേ എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആരൊക്കെയോ ഹാഷിറിന്റെ പെങ്ങളാണ് അങ്ങനെ പടം വരുമ്പോ എക്സ്ക്ലൂസീവ് വേണം ചോദിക്കണത്. ഇതില് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്ത് വന്ന്
പെട്ടെന്ന് ആൾക്കാരെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹൃദയത്തോട് ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ ഈ പേരൻസിന്റെ ഒക്കെ റിയാക്ഷൻ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വഴി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ പോസ്റ്റേഴ്സ്, നിങ്ങളുടെ ഓരോ ലുക്സ് അല്ലെങ്കിൽ ട്രെയിലർ, പാട്ട്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മൊത്തം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ റിയാക്ഷൻ വലിയ വലിയ റിയാക്ഷൻ സന്തോഷമാണ്. പക്ഷെ ഇവർക്ക് എങ്ങനെ നമ്മളിലെ സിനിമ കാണുന്നവർക്ക് ആ മോനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവര് ആ സന്തോഷം ഉണ്ടെങ്കിൽ അവരിങ്ങനെ അവർക്കൊരു അഭിമാനവും എല്ലാം ഒരുമിച്ച് മുഖത്ത് വന്നു. അതെങ്ങനെ കാണിക്കുന്നത്? പല വികാരങ്ങൾ മുഖത്ത് മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. മാഞ്ഞില്ല, അങ്ങനെ നിന്ന് കുറച്ച് അത് കേട്ടാ മതി എനിക്ക്. അങ്ങനെ നിന്ന് എനിക്ക് സന്തോഷമായിരുന്നു വീട്ടുകാർക്ക്, പിന്നെ സ്വന്തക്കാര് എല്ലാവർക്കും സന്തോഷം. ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളെ കുറ്റം പറഞ്ഞ കുറെ ബന്ധുക്കാരൊക്കെ ഉണ്ടാവില്ലേ? അതെന്താ പറയാ, ഞാൻ കേൾക്കാത്തവരാണ്. ഇതൊന്നും എന്റെ അടുത്ത് ആരും സംസാരിക്കാറില്ല. ഇനി പറഞ്ഞാൽ അറിയില്ല, അങ്ങനെ കേൾക്കാറില്ല. കേൾക്കുമ്പോ എന്തെങ്കിലും എക്സ്പ്രഷൻ പറയണ ഞാൻ അപ്പൊ മറുപടി കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ അത് കൊടുത്താൽ മതി. അങ്ങനെ പറയുന്ന ആൾക്കാരൊന്നും ഇല്ല. കുടുംബത്തിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു, അങ്ങനെ എതിർപ്പൊന്നും ഇല്ല. അതൊരു ഭാഗ്യട്ടാ. കാര്യം നമ്മൾ ഈ ചെയ്യുന്നത് ഇവരടുത്തൂടെ എത്തിയിട്ടില്ല. കാര്യം നമ്മൾ അറിയിക്കുന്നില്ല അവരെന്താണ് കാര്യം. നമ്മൾ ചെയ്യുന്ന ഒരു മേഖലയിൽ നമ്മളൊരു ഓഡിയൻസ് ഒക്കെ ആക്കി ഉണ്ടാക്കി ഇന്ന് ലെവലായതിനു ശേഷം ഇവരിലേക്ക് എത്തുന്ന അപ്പൊ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഇനിയിപ്പൊന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങൾ അങ്ങ് എത്തിയല്ലേ, അപ്പൊ തുടക്കമായിരുന്നു. ഈ അമ്മേനെയൊക്കെ കൊണ്ട് പുറത്തു പോകുമ്പോഴേ വിനായകൻ ചേട്ടൻ ഇപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് സംസാരിക്കുമ്പോ അപ്പൊ അമ്മയ്ക്ക് അപ്പനൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? സന്തോഷം എന്ന് മാത്രം പറയല്ലേ? അപ്പൊ അവർക്ക് എന്താ തോന്നണേ? സന്തോഷം ഉണ്ടാവില്ല, സന്തോഷം എന്ന് പറയില്ലേ, വിഷമിക്കും. ആനന്ദാസം അവർക്ക് സന്തോഷമാണ്. ഭയങ്കര പ്രൗഡ് ഫീൽ. ഇതെന്താ പറയാ, ഭയങ്കര സന്തോഷമാണ്. അതായത് ഇവരിപ്പം അവരെ മകനായാലും മോളായാലും ഇങ്ങനെ ഒരു പുറത്തുനിന്ന് ആൾക്കാരെ ഒന്ന് ഇഷ്ടപ്പെടുന്നതും ഫോട്ടോ എടുക്കുന്നതും സ്വാഭാവികമായിട്ടും അത് നമ്മൾ ചിന്തിച്ചാൽ പോലെ ലോജിക്കായിട്ട് സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു സാധനം ഉണ്ടാവും. വെറൈറ്റി ചോദ്യം വരട്ടെ. ഗേൾസ് ഫാൻസ് ഇല്ലേ കുറെ പേര്? കല്യാണം ആലോചനയ്ക്ക് വന്നാ ആലോക്കള അതെ. ഇതെന്താ പറയാ, ഇത് 3 ചോദ്യം ഒരുമിച്ച് വെച്ചു വന്നു എന്ന് പറഞ്ഞാൽ തീരാ. കല്യാണ ആലോചനകൾ ഒക്കെ വരുന്നുണ്ടോ? ഒന്നുമില്ല, പക്ഷെ എന്തോരം ഫാൻസ് ആണെന്നറിയോ? അതൊക്കെ കല്യാണം കഴിക്കാനാ. ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ തോന്നില്ല ചിലപ്പോ. അല്ല, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഭയങ്കര സന്തോഷം. കാര്യം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ആൾക്കാരിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളായി മാറുന്നത്, പിന്നെ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ഓടി ഒന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഈ ഫോട്ടോ എടുക്കുന്നത് ഒരു അവർക്ക് ഇനി ഇതാവോന്ന് തോന്നിയാലും അവരൊന്ന് എടുക്കണം, എടുത്തോട്ടെ ചോദിക്കല്ലേ വന്ന് നമ്മൾ എടുത്തോ അല്ലേ. ഇപ്പൊ ആരാധ്യ, ഇപ്പൊ എനിക്ക് തോന്നുന്നു വാഴ 2 5th മൂവിയോ 4th മൂവിയോ എന്താ അല്ലേ? ഓക്കെ, ഈ ഇത്രയും നാളെ ചെയ്ത മൂവീസ് വെച്ചിട്ട് ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ മൂവിനെ ഡിഫറെന്റ്, ഒരു യുണീക്ക് ആയിട്ട് നിർത്തുന്നത് എന്തായിരിക്കും എലമെന്റ്? അത് ഇത്രയും വലിയ ക്രൂവിന്റെ പടമല്ലേ. ഞാൻ ചെയ്ത 2 പടം കടുവ, പത്മിനി അതൊക്കെയാണ്. അപ്പൊ അതില് വളരെ ചെറിയ റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലും നമ്മുടെ പടത്തിൽ ചെറിയ പാർട്ട് തന്നെയാണ്. പക്ഷെ ഇത്രയും വലിയൊരു പടം ഇങ്ങനൊരു ഇപ്പോൾ ഇന്റർവ്യൂവിലൊക്കെ വരാൻ പറ്റി. അപ്പൊ അതൊക്കെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട്, പ്രൗഡായിട്ടുള്ള ഒരു തിങ് ആയിട്ട് കാണുന്നു. വാഴ 1 ഒരു മാസീവ് സക്സസ് മൂവി ആയിരുന്നു. അപ്പൊ അതിന്റെ 2ാമത്തെ ഒരു പാർട്ട് വരുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റിനേക്കാളൊക്കെ ഒക്കെ അപ്പുറത്തെ ആൾക്കാരോട് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ വരാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അപ്പൊ ഇത് എന്തൊക്കെ കൂടുതലൊക്കെ എക്സ്പെക്ട് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഉണ്ടോ, എക്സ്പെക്ടേഷന്റെ ഒരു പ്രഷർ ഉണ്ടോ? ഫസ്റ്റ് പടമല്ലേ, നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ അറിയില്ല. ചെയ്താലും അത് കൊള്ളാം, കൂടെ അതേ വിട്ടാ മതി. എന്ത് പറഞ്ഞാലും ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്കില്ല. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചത് ബെറ്റർ ആണ്. അത് ഇത്രയും പടം ചെയ്ത് ഒന്നവർക്ക് അത് ഓക്കെ ആണെന്ന് അറിയായിരിക്കും, നമുക്കത് അറിയില്ല. അതാണ് പറഞ്ഞത്, പടം ഇറങ്ങി കഴിഞ്ഞാലേ നമുക്കും അത് എന്തെന്ന് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നമ്മള് കുഴപ്പമില്ല ചെയ്തു. ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷ. ഈ വാഴ എന്ന് പറയുന്ന സമയത്തെ നമ്മുടെ ഉള്ളിലൊക്കെ പല ടൈപ്പ് ഓഫ് അർത്ഥങ്ങൾ വരുമല്ലോ. ഇപ്പൊ വാഴ വരും, ശരിക്കുള്ള വാഴ വരും, അല്ലെങ്കിൽ ഒരു പണിക്ക് പോകാത്തൊരു ചെറുക്കൻ, അങ്ങനത്തെ ഒരു ഇമേജ് വരും. നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും വാഴ എന്ന് പറയുമ്പോ സിനിമ അല്ലാതെ എന്താ ആദ്യം വരെ? ഇതൊന്നും അല്ലാതെ സിനിമ അല്ല വാഴ എന്ന് വിനായക് ചേട്ടാ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ഒരു ഫെയിം വന്നതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഈ ഫീൽഡിലോട്ട് വന്നോണ്ട് മിസ് ചെയ്യണം എന്തെങ്കിലും സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ ആ ഫെയിം ഒക്കെ വന്നതുകൊണ്ട് എന്തെങ്കിലും മിസ് ചെയ്യണ്ട, നമുക്ക് പണ്ട് ചെയ്തോണ്ടിരുന്ന സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാ?
ഇല്ല, അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ചെയ്യണമെന്ന്. ശരി, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല. നേരത്തെ ചെയ്യുന്ന ഇപ്പഴും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മള് ഞാൻ കാര്യം കേട്ടോ, ഇപ്പം ഈ പ്രസംഗിക്കാൻ വേണ്ടി ഒരു 10,000 പേരെ നിരന്ന് നിൽക്കുമ്പോ ആര് കയറിയാലും അവരെ ക്യാരക്ടർ കാണിക്കുമോ? ഇല്ല. കാര്യം അത്ര ആൾക്കാരുടെ വരുമ്പോ നമ്മൾ നിൽക്കേണ്ട ഒരു രീതിയും സംസാരിക്കുന്ന രീതി അതൊക്കെ ഇല്ലേ, ആ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ചില ആൾക്കാർ പറയും നമ്മളല്ലാതെ നിന്നാ മതി, അവരങ്ങനെ നിൽക്കട്ടെ, അവരുടെ ഇഷ്ടം, അതും കാര്യം ചോദ്യം ചെയ്യണ്ട, അത്രേ ഉള്ളൂ. നമ്മളാരും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ, പാവം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആൾക്കാർ കുറെ പേര് അഡ്മയർ ചെയ്യണ സാധന. ഇപ്പൊ 4 വർഷം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കോളേജിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളൊരു 2 വർഷം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ തല്ലലും പൊട്ടലും ചീറ്റലും ഫുൾ അങ്ങനെയാ. അപ്പൊ ഇതിനകത്ത് ഈ ഫെയിം, പൈസ എല്ലാം ഇൻവോൾവ് ആവുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഒരു പെർസ്പെക്ടീവിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് അത് അങ്ങനെ അതിനൊന്നും അർത്ഥമായിട്ടൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യുന്നോണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നു, അല്ലാതെ നമ്മൾ നല്ല കൂട്ടുകാരാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. നമ്മളെ 4 പേരുടെ ഇടയിൽ വീണ്ടും ഒരു ടീമില്ല. അതാണ് പോയിന്റ്. മനസ്സിലായില്ലേ? നമ്മള് 4 പേരുടെ ഇടയിൽ ടീമില്ല. ചിലപ്പോ ഞാനും അലനും അജിനും നിന്നായിരിക്കും ഇവനെ കളിയാക്കുന്ന, ചിലപ്പോ നമ്മൾ 3 പേരാവും, ചിലപ്പോ മാറും. അങ്ങനെ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു 4-5 ടീം, അത് ഇത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മളെല്ലാം ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് പിന്നെ നമ്മളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന പ്രശ്നത്തിൽ നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്യണം. ചില ആൾക്ക് 2 പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യണം. അല്ലാതെ ഒരാൾ കൂട്ടുകാർ തമ്മിൽ പ്രശ്നം വരുമ്പോൾ അതിന്റെ പിറകെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനത്തെ പരിപാടി ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. അതാണ് പോയിന്റ്. മനസ്സിലായില്ലേ? പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതെന്താന്ന് വെച്ചാൽ മറ്റേത് കുത്തിത്തിരിപ്പില്ല, അതല്ല പറയാതെ അവര് ബാക്കിൽ നിന്നൊന്നും പറയണില്ല. നാളെ ഞാൻ നീ 2 ഇന്റർവ്യൂ ഇരിക്കുന്നത് അവൻ ശരിയല്ല, അവരെ പണ്ടേ അറിയാറുണ്ട്. ഇതിന്റെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഇട്ടിരിക്കുന്നത്. സോ വാഴ 2 ഈ പറഞ്ഞ പോലെ തിയേറ്ററുകളൊക്കെ പിടിച്ചടക്കട്ടെ, ബോക്സ് ഓഫീസ് ആദ്യം പറഞ്ഞ പോലെ മലത്തി അടിക്കട്ടെ, മൊത്തത്തിൽ ഉഷാറാവട്ടെ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. ഉഷാറാവട്ടെ, എല്ലാം പൊളിച്ചടക്കട്ടെ.